കൺസിസ്റ്റൻസി സ്ഥിരമായിട്ട് നിന്ന് ചെയ്യില്ല. ഒരു 3 മാസം കാണും, അടുത്ത 6 മാസം മഷിയിട്ട് നോക്കിയാൽ കാണില്ല. കണ്ടിന്യൂറ്റി വേണം. അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കില്ല, മാറാൻ തയ്യാറല്ല. ഈ കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ വിജയിക്കാൻ കഴിയില്ല. എന്നാൽ വിശ്വാസമുള്ളവർക്ക്, കൺസിസ്റ്റന്റ് ആയി നിന്ന് പ്രവർത്തിക്കുന്നവർക്ക്, സിസ്റ്റമായി ചെയ്യാൻ തയ്യാറുള്ളവർക്ക്, മാറാൻ തയ്യാറുള്ളവർക്കാണ് ഈ ഡയമണ്ട് സ്റ്റേജും ക്രൗൺ ഡയമണ്ട് സ്റ്റേജും ITCയും ഒക്കെ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളതിന് തയ്യാറാണെങ്കിൽ വരാൻ പോകുന്ന സമയത്തിനുള്ളിൽ ഈ ബിസിനസ്സിനോട് ഒരു വലിയ അച്ചീവറായി നിങ്ങൾക്ക് വരാൻ സാധിക്കും. അതിൽ നിന്നുള്ള ലീഡേഴ്സിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് SIT ആയത്? പ്രസാദ് സാർ ഇന്ന് ഒരുപാട് ITCസിനെ ക്രിയേറ്റ് ചെയ്ത് 100 ITCയെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിഷൻ വെച്ച് മുന്നോട്ട് പോകുന്നത് കാരണം അദ്ദേഹം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു എന്നുള്ളതാണ്. പല ആൾക്കാരും ബിസിനസ് ഏറ്റെടുക്കുന്നില്ല, ആരുടെയെങ്കിലും ബിസിനസ്സായി കാണുന്നു. സ്വന്തം ബിസിനസ്സായി നിങ്ങൾ ഏറ്റെടുത്താൽ, ഇതിനെ ഒന്ന് നെഞ്ചോട് ചേർത്താൽ, ആ നെഞ്ചിനുള്ളിലേക്ക് മൈ ലൈഫ് സ്റ്റൈൽ ഒന്ന് ഇറക്കിയാൽ, നമ്മുടെ രക്തയോട്ടത്തിൽ മൈ ലൈഫ് സ്റ്റൈലോടൊന്ന് കലർന്നാൽ, ഹൃദയം ഒന്ന് തുടിക്കുമ്പോൾ അതിൽ മൈ ലൈഫ് സ്റ്റൈലൂടെ കൂടെ ഒന്ന് തുടിച്ചാൽ, നാളെ ഈ ബിസിനസ്സിൽ ലോകത്തിനെ മുഴുവൻ ഇൻസ്പയർ ചെയ്യാൻ പോകുന്ന അച്ചീവേഴ്സ് ആണ്. ഇവൻ പുതുതായ ഒരു വ്യക്തിയായിട്ട് പോലും എന്റെ മുമ്പിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. നിങ്ങളൊന്ന് വിശ്വസിക്കുക, യു ഹാവ് ടു ഡു ദ ഹാർഡ് വർക്ക്. ബൈബിൾ പറയുന്നത് ഇങ്ങനല്ലേ, വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുമെന്നാണ് പറയുന്നത്. കർമ്മം ചെയ്യുവാനാണ് ഭഗവത്ഗീതയും വേദങ്ങളും ഉദ്ഘോഷിക്കുന്നത്. ഖുറാനും ബൈബിളും പഠിപ്പിക്കുന്ന അങ്ങനെയാ. എന്നിട്ട് വീട്ടിലിരിക്കാനല്ല പറഞ്ഞത്, സെർച്ച് യു വിൽ ഫൈൻഡ് ഇറ്റ്. നിങ്ങൾ അന്വേഷിപ്പിൻ, കണ്ടെത്തുന്നല്ലേ പറഞ്ഞ്. നിങ്ങൾ ഇറങ്ങിയൊന്ന് അന്വേഷിക്കണം, കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് 100% വിശ്വാസമുണ്ടെങ്കിൽ ചരിത്രം അവർക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. നിങ്ങളെ എല്ലാവർക്കും സർവശക്തനായ ദൈവം 2026 എന്നുള്ള ഈ പുതുവത്സരത്തിന്റെ തുടക്കത്തിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ഒരു പ്രോഗ്രാം വെറും ഒരു ഈവന്റ് മാത്രമല്ല, ഒരു ശക്തമായ തീരുമാനത്തിന്റെ ദിവസമാണ്. അതിശക്തമായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയൊരു അച്ചീവറായി നിങ്ങൾക്ക് ലോകത്തിന്റെ പല കോണിലും പോയി, പല വേദികളിലും പോയി ഇത് സംസാരിക്കാൻ സാധിക്കും. അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും എനിക്ക് തന്ന വിജയത്തിനേക്കാൾ ഒരുപാട് ഇരട്ടി വിജയം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സൺ ഇന്റർനാഷണൽ